മഹാരാഷ്ട്ര രാഷ്ട്രീയം വീണ്ടും ട്വിസ്റ്റുകളിലേക്ക് നീങ്ങുന്നു. 2024, അതായത് ഈ വർഷം അവസാനമാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. 288 അംഗ നിയമസഭയാണുള്ളത്. അവിടെ ഉദ്ധവ് താക്കറെ ഒരു പുതിയ ഡിമാൻഡാണ് ഇപ്പോൾ മുൻപോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ ഈ മഹാവികാസ് അഘാഡിയുടെ, അതായത് NCP, ശരത് പവാറിൻ്റെ NCPയും ശിവസേന ഉദ്ധവ് വിഭാഗവും കോൺഗ്രസും ചേരുന്ന ഒരു മുന്നണി യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഉദ്ധവ് പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്നുള്ളത് പ്രഖ്യാപിക്കണം, പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം മുൻപോട്ട് പോയാൽ മതി. ഈ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പോകണം എന്ന് തന്നെയാണ് ഉദ്ധവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ കോൺഗ്രസ് പറയുന്നത് കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതാണ്. അവിടെ ഉദ്ധവ് മറുപടിയായി പറഞ്ഞത് 25 വർഷമായി തങ്ങൾ BJPയുമായി കൂട്ടുകൂടി ഇലക്ഷന് മത്സരിച്ചിരുന്നു, അവിടെ പോലും ഇങ്ങനെ ഒരു ഡിമാൻഡ് അവർ വെച്ചിരുന്നില്ല എന്ന് അവർ പറയുന്നു. അതുമാത്രവുമല്ല, തങ്ങൾക്ക് കൂടുതൽ സീറ്റ് മത്സരിക്കാൻ അവർ നൽകുകയും ചെയ്തിരുന്നു. 125 സീറ്റാണ് 2019 NDA സഖ്യത്തിൽ മത്സരിച്ച ശിവസേനയ്ക്ക് BJP നൽകിയിരുന്നത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് 100 സീറ്റ് പോലും നൽകാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ഉദ്ധവ് താക്കറെ തൻ്റെ അണികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം മഹാരാഷ്ട്രയുടെ അഭിമാനം കളഞ്ഞുകുളിച്ച് ഒരു പ്രവർത്തനത്തിന് പോകേണ്ട എന്നാണ്. അത് കൂടാതെ തന്നെ മഹാരാഷ്ട്രയിൽ കൂടുതൽ സീറ്റിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കങ്ങളും ഉദ്ധവ് വിഭാഗം ശിവസേന തുടങ്ങിയതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. BJPയും കോൺഗ്രസും നേരത്തെ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കം തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ ഉദ്ധവ് മുന്നണി വിട്ടാൽ ഒറ്റയ്ക്ക് മത്സരിക്കുമോ അതോ വീണ്ടും NDA പാളയത്തിലേക്ക് എത്തുമോ എന്നുള്ള ഒരു സംശയത്തിന് ഇതോടുകൂടി ബലം പകർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.